തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കൂടിയ സാഹചര്യത്തിൽ വെളിച്ചെണ്ണയിൽ മായം ചേർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. വീഡിയോ എടുക്കാനുള്ള സൗകര്യാർത്ഥം ഞാൻ 3 ചെറിയ തേങ്ങ ഉപയോഗിച്ചാണ് എണ്ണ ഉണ്ടാക്കുന്നത്. തേങ്ങ വെള്ളം വറ്റിയ ഉണങ്ങിയ തേങ്ങ ഉപയോഗിക്കുന്നത് കൊളസ്ട്രോൾ കൂടാൻ കാരണമാകും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള തേങ്ങ എടുത്ത് എണ്ണയുണ്ടാക്കാം. മിക്സിയിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുത്ത തേങ്ങ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ അരിച്ചെടുക്കണം. പണ്ടുള്ളവർ ഇഴയകലമുള്ള തുണിയിലായിരുന്നു പിഴിഞ്ഞെടുത്തിരുന്നത്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ 6-7 മണിക്കൂർ വെക്കാം. അപ്പോഴേക്കും ഇതേപോലെ ക്രീം രൂപത്തിൽ മുകളിൽ വരുന്ന ഭാഗം മാത്രം എടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് അരച്ച് പിഴിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ എടുത്തതിന് ശേഷമുള്ള ബാക്കി ഭാഗം നമുക്ക് കറികളിലും മറ്റും ഉപയോഗിക്കാം. ശരിയായ രീതിയിൽ ഇതുണ്ടാക്കിയെടുക്കാൻ ഏകദേശം 1 മണിക്കൂർ എടുക്കും. ലോ ഫ്ലെയിമിൽ നിർത്താതെ ഇളക്കണം. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇളക്കിയില്ലെങ്കിലും എണ്ണ ഉണ്ടാക്കാം. പക്ഷേ ശരിയായ രീതിയിൽ കൈ മാറ്റാതെ ഇളക്കുമ്പോഴുള്ള ഗുണം കിട്ടില്ല. മാത്രമല്ല സ്മെല്ലിലും ടേസ്റ്റിലും ഒക്കെ മാറ്റമുണ്ടാകും. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ല ഇത്. വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരു ഹീറ്റിംഗ് പ്രോസസ്സും ചെയ്യാതെയാണ് ഉണ്ടാക്കേണ്ടത്. ഈ വെളിച്ചെണ്ണയുടെ ഗുണം 18 വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിൽ വെർജിൻ കോക്കനട്ട് കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാം. പലതരം രോഗികൾക്കും ഡോക്ടേഴ്സ് വെർജിൻ കോക്കനട്ട് ഓയിൽ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഈ വീഡിയോയിലുള്ള സപ്പോർട്ട് അനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ അതുണ്ടാക്കി കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ എണ്ണയിലേക്ക് വരാം. അരമണിക്കൂർ ആകുമ്പോഴേക്കും അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പോൾ ഹോട്ട് പ്രോസസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഇപ്പോൾ കണ്ടത്. ഇനി കോൾഡ് പ്രോസസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ അടുത്ത വീഡിയോയിൽ കാണിക്കാം.